പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ് ബയോളജി ചാപ്റ്റർ 2 ബിഹൈൻഡ് സെൻസേഷൻസ് സംവേദനവും പ്രതികരണവും എന്നതിൻ്റെ 3 ഭാഗങ്ങളിൽ ആദ്യ ഭാഗം നമുക്ക് കേൾക്കാം. ഇവിടെ നോക്കൂ, കുറച്ച് പ്രതികരണങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഈ പ്രതികരണങ്ങൾക്ക് കാരണമായ എന്ത് ഘടകങ്ങളുണ്ടോ, എന്ത് ഫാക്ടർ ഉണ്ടോ അതിനെയൊക്കെ നമുക്ക് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയാം. ഇവിടെ നോക്കൂ, വിശപ്പ്, ഹങ്കർ, ഉള്ളിൽ നിന്ന് വന്നൊരു സ്റ്റിമുലസ് ആണ്, ഉദ്ദീപനമാണ്. അത് ആ വിശപ്പ് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയാം. ഇവിടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന ഒരു പ്രതികരണത്തിന് കാരണമാക്കിയ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ബാഹ്യ ഉദ്ദീപനമാണ്, സ്റ്റിമുലസ് ആണ് ഇവിടെയുള്ളത്. അത് മഴയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി സൺലൈറ്റ് ആയാലും ഇങ്ങനെ കുട നിവർത്തുന്ന ഒരു പ്രതികരണം വരാം. ഇവിടെ നോക്കൂ, ഈ ഭാഗത്ത് പുറത്തുനിന്നൊരു തണുപ്പ് ഏറ്റപ്പോൾ ആ ഒരു സ്റ്റിമുലസ്, കോൾഡ് എന്ന് പറയുന്ന സ്റ്റിമുലസ് കൊണ്ടുള്ള റെസ്പോൺസ് ആണ് ഇവിടെ കാണുന്നത്. ഈ റാബിറ്റിൽ ലയണെ കണ്ടപ്പോൾ ഉണ്ടാവുന്ന ഫിയർ, ആ ഉള്ളിൽ നിന്നുള്ളൊരു ഫിയർ, ഭയം, അതാണ് ഇവിടെ സ്റ്റിമുലസ്. ഇതിനെ ഇങ്ങനെ ഓടാൻ പരിഭ്രാന്തനയോടുകൂടി ഈ റാബിറ്റ് ലയണിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ സ്റ്റിമുലസ് എക്സ്റ്റേണലും ഇന്റേണലുമായിട്ടുണ്ട്. ബാഹ്യ ഉദ്ദീപനങ്ങളുണ്ട്, ആന്തരുദ്ദീപനങ്ങളുണ്ട്. സ്റ്റിമുലസ് ഈസ് എ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലീഡ് ടു എ റെസ്പോൺസ് ഇൻ ലിവിംഗ് ബീയിങ്സ്. ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന ഏതെങ്കിലും സാഹചര്യം അതല്ലെങ്കിൽ ഒരു ഘടകമാണ് ഉദ്ദീപനം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പുസ്തകത്തിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഉള്ളിൽ നിന്നുള്ള ചില ഉദ്ദീപനങ്ങൾ നോക്കുക. തേസ്റ്റ്, ഹങ്കർ, ഫിയർ, ജോയ്, അതുപോലെ ശരീര താപനിലയിലെ വ്യത്യാസം, ചേഞ്ച് ഇൻ ബോഡി ടെമ്പറേച്ചർ, അതുപോലെ ബ്ലഡ് കോൺസ്റ്റിറ്റ്യുവൻസിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായാൽ, രക്തഘടകങ്ങളിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായാൽ അതൊക്കെ പ്രതികരണത്തിനിടയാക്കും. നമുക്ക് 2 തരം സംവേദനങ്ങളാണുള്ളത്. പൊതുവായിട്ടുള്ളത് ജനറൽ സെൻസസ് എന്ന് പറയും, പൊതുവായ സംവേദനം. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ചൂട്, തണുപ്പ്, പ്രഷർ, മർദ്ദം തുടങ്ങിയവയൊക്കെ അത് തിരിച്ചറിയുന്നത് ത്വക്കിലൂടെ, പേശിലൂടെ, സന്ധികളിലൂടെ, ആന്തരാവയവങ്ങളിലൂടെ അല്ലെങ്കിൽ ബ്ലഡ് വെസൽ, രക്തക്കുഴലിലൂടെ ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഈ ഒരു സെൻസസ് പൊതുവായിട്ട് എപ്പോഴും ഉണ്ടാവുന്നത് അതാണ് ജനറൽ സെൻസസ്. എന്നാൽ പ്രത്യേക അവയവങ്ങളിൽ മാത്രം, ചില ഓർഗൻസിൽ മാത്രം കാണുന്ന, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ചില റിസപ്റ്റേഴ്സ് ഉണ്ട്. അതവിടെ കൊടുത്തിരിക്കുന്നത് റിസപ്റ്റേഴ്സ് കോൺസെൻട്രേറ്റഡ് ഓൺലി ഇൻ സർട്ടൻ സെൻസ് ഓർഗൻസ്. അത് വിഷൻ, ഹിയറിംഗ്, ടേസ്റ്റ്, സ്മെല്ല് തുടങ്ങിയവയ്ക്കുള്ള ജ്ഞാനേന്ദ്രിയങ്ങളാണ്, സംവേദനാവയവങ്ങളാണ്, സെൻസ് ഓർഗൻസ് ആണ്. അവയിലുള്ള അവ മൂലമുള്ള, അവയിലെ ഗ്രാഹികൾ തിരിച്ചറിയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം, ആ സംവേദനങ്ങളൊക്കെയാണ് പ്രത്യേക സംവേദനങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സെൻസസ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ്, ഹൗ ഡസ് ദ ബോഡി റെക്കഗ്നൈസ് സ്റ്റിമുലൈ എന്ന് നോക്കാം. ഇത് പുസ്തകത്തിലെ ഇല്ലസ്ട്രേഷൻ 3.1 ആണ്. ഉദ്ദീപനങ്ങളെ ഗ്രാഹികൾ തിരിച്ചറിയുന്നു. ഇവിടെ കൊടുത്ത് നോക്കൂ, ഒരു സ്കിന്നിലെ റിസപ്റ്റേഴ്സിനെ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ സെൻസറി റിസപ്റ്റേഴ്സ്. അതിൽ സ്റ്റിമുലസ് ഏൽക്കുന്നു എന്ന് കരുതുക. അവിടെ ഉദാഹരണത്തിന് ഹീറ്റ് ആവാം, അല്ലെങ്കിൽ കോൾഡ്, അല്ലെങ്കിൽ ടച്ച്, സ്പർശം, എന്തെങ്കിലും ഒക്കെ ആവാമെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ചെറിയൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, അതാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ. പക്ഷെ അത് കൂടുതലായാൽ, അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഇമ്പൾസ് ഫോം ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടല്ലോ. ആ സ്റ്റിമുലസ് ഉണ്ടായിരുന്ന ചാർജ് വ്യതിയാനം ഉണ്ടായി, ആ അയോൺസിൻ്റെ അപ്പോഴത്തെ ആ ഒരു ബാലൻസ് തെറ്റുമ്പോൾ, അല്ലേ, ആ സ്റ്റിമുലസ് ഏൽക്കുന്ന ഭാഗത്തെ ആ ബാലൻസ് തെറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒരു പൊട്ടൻഷ്യൽ, അതാണ് ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ. അത് ആണ് ഇമ്പൾസ് ആയിട്ട് പോകുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങളുടെ ഈ ചിത്രത്തിലൂടെ തന്നെ വ്യക്തമാണ്. സച്ച് ഇമ്പൾസസ്, അതായത് റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന ഇമ്പൾസ്, അത് ഫോം കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ, ആർ ഇൻ ഹയർ കോൺസെൻട്രേഷൻ, അപ്പോഴാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുക. അതാണ് നെർവ് ഇമ്പൾസ് ആയിട്ട്, അതായത് നാഡീയാവേഗമായിട്ട് ന്യൂറോണിലൂടെ സഞ്ചരിക്കുക. എന്തായാലും ഇതെല്ലാം തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ്, അല്ലേ, ഈ സംവേദനാവയവങ്ങളിൽ നിന്ന്, ഈ സെൻസ് ഓർഗൻസിൽ നിന്നൊക്കെ അവയവങ്ങൾ, ഇമ്പൾസസ് ബ്രെയിനിലെത്തുമ്പോഴാണ് അത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിനാണ് ഇതെല്ലാം ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അതിനുള്ള സെൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റിമുലസ് സ്വീകരിച്ചുകൊണ്ട് റിസപ്റ്റേഴ്സ്, സെൻസറി റിസപ്റ്റേഴ്സ് ഉള്ളത് ഈ സെൻസ് ഓർഗൻസിലാണ്. ഫീലിംഗ് ഓഫ് സെൻസസ് ആർ പോസിബിൾ ഓൺലി വെൻ ഇമ്പൾസസ് ഫ്രം സെൻസ് ഓർഗൻസ് റീച്ച് അറ്റ് ദി ബ്രെയിൻ. നമുക്ക് ആ ഗ്രാഹികളൊന്ന് നോക്കാം. ഇതിലുള്ള ഇപ്പോൾ ഐയിലുള്ളത് ഫോട്ടോ റിസപ്റ്റേഴ്സ്, കണ്ണിലുള്ള പ്രകാശഗ്രാഹികൾ, കോൺ സെൽസും റോഡ് സെൽസും ആണ് നമുക്ക് വഴിയെ വരുന്നുണ്ട്. പ്രകാശം എന്ന സ്റ്റിമുലസ് ആണ് ഈ ഗ്രാഹികൾ റിസീവ് ചെയ്യുക. അങ്ങനെ വിഷന് വേണ്ടിയാണത് ഹെൽപ്പ് ചെയ്യുന്നത്. ചെവിയിൽ, ഇയറിൽ ശബ്ദഗ്രാഹികൾ, ഓഡിറ്ററി റിസപ്റ്റേഴ്സ്, അത് ശബ്ദം ആണ് ഉദ്ദീപനമായിട്ടുള്ള സ്റ്റിമുലസ് ആയിട്ടുള്ളത്. നാക്കിൽ കീമോ റിസപ്റ്റേഴ്സ് എന്ന രാസഗ്രാഹികളും, മൂക്കിൽ ഗന്ധഗ്രാഹികൾ, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സും ആണ് അതിനെ ഉദ്ദീപിക്കുന്ന ചില കണികകൾ ഉണ്ടാവും. നമുക്ക് ഏറ്റവും വലിയ ഇന്ദ്രിയമായിട്ടുള്ള, ജ്ഞാനേന്ദ്രിയമായിട്ടുള്ള സ്കിൻ, ഓർഗനായിട്ടുള്ള സ്കിന്ന്,
അതിലെ ഗ്രാഹികൾ ഇവിടെ ഒരു 7 എണ്ണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് അവസാനത്തെ പാർട്ടിലാണ് ഈ ഭാഗം കൂടുതൽ വരിക. എങ്കിലും ഞാനിവിടെ പറഞ്ഞെന്നുള്ളൂ, ത്വക്കിൽ വേരിയസ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് മൂലം പിന്നെ നമുക്ക് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന സ്റ്റിമുലസുകൾ ടച്ച്, ഹീറ്റ്, കോൾഡ്, പ്രഷർ, പെയിൻ, സ്പർശം, ചൂട്, തണുപ്പ്, മർദ്ദം, വേദനയൊക്കെയാണ്. ഇതുവഴി ഇത് നമുക്ക് അനുഭവവേദ്യമാവാനുള്ള ഇമ്പൾസാണ് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം തലച്ചോറിലേക്കാണ് പോകുന്നത്. നമുക്ക് 2 സെൻസേഷൻ ഇവിടെ നോക്കാം. ഒന്ന്, ഈ കുട്ടി ഒരു പൂവ് വാസനിച്ച് നോക്കുന്ന മണം, ആ ഓൾഫാക്ഷൻ എങ്ങനെയാണ് എന്ന് ആദ്യം നോക്കാം. അപ്പോൾ അവിടെ സ്റ്റിമുലസ് ഉണ്ട്. ഇവിടെ ആ ഗന്ധകണികൾ അല്ലെങ്കിൽ ചില പാർട്ടിക്കിൾസ്, അതാണ് ആ ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ, ഗന്ധഗ്രാഹികളെ മൂക്കിനകത്ത് നമുക്കത് പിന്നീട് വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പോഴുണ്ടാവുന്ന ഇമ്പൾസ് ഓൾഫാക്ടറി നെർവിലൂടെ, ഗന്ധനാഡിയിലൂടെ എങ്ങോട്ടെത്തും? മസ്തിഷ്കത്തിലെ, ബ്രെയിനിലെ ഓൾഫാക്ടറി സെൻറ്ററിലേക്ക്, ഗന്ധകേന്ദ്രത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഓൾഫാക്ഷൻ അല്ലെങ്കിൽ മണം അനുഭവിക്കുന്നത്. സിമിലർലി ഇവിടെ നോക്കൂ, ഒരു കാഴ്ച കാണുകയാണ്. അപ്പോൾ അവിടെ ആ പ്രകാശരശ്മികൾ, വസ്തുവിൽ നിന്നുള്ള പ്രകാശരശ്മികളാണ് ഇവിടെ ലൈറ്റ് റേസ് ആണ് ഇവിടെ സ്റ്റിമുലസ്, ഉദ്ദീപനം. അപ്പോൾ അവിടുത്തെ ഫോട്ടോ റിസപ്റ്റേഴ്സ് റെറ്റിനയിലുണ്ട്. ആ ഫോട്ടോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും, പ്രകാശഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടും. അതിനനുസരിച്ച് ഇമ്പൾസ് ഒപ്റ്റിക് നെർവിലൂടെ, നേത്രനാടിയിലൂടെ ബ്രെയിനിലെ വിഷ്വൽ സെൻറ്ററിലേക്ക്, കാഴ്ചാ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോഴാണ് കാഴ്ച അറിയുന്നത്. നമുക്ക് ഇത് ഓരോന്നും വിശദമായിട്ട് പരിശോധിക്കേണ്ടത് ഈ 5 സെൻസ് ഓർഗൻസിൽ കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഞാൻ ഇന്നത് ഈ ക്ലാസ് സ്പീഡിൽ എടുക്കുന്നത് തന്നെ കണ്ണുകൾ അത്രയും വിശാലമാണ്. ആ കണ്ണുകളെ കുറിച്ചാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കണ്ണുകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. ഹൗ ആർ അവർ ഐസ് പ്രൊട്ടക്റ്റഡ്? നിങ്ങൾക്കറിയാം, ഈ ഐബോൾ, നേത്രഗോളം, അത് 2 സെൻറ്റിമീറ്ററോളം ആണ് ഇതിൻ്റെ ഡയമീറ്റർ ഉണ്ടാവുക. അതൊരു നമ്മുടെ സ്കള്ളിലെ സോക്കറ്റിൽ, ബോണി സോക്കറ്റിൻ്റെ ഉള്ളിൽ മസിൽസ് കൊണ്ട്, ഇവിടെ ഇപ്പോൾ ഈ സൈഡിലേക്ക് കാണുന്നത് മസിലാണ്, ഇവിടെയും മസിലാണ്, പിന്നെ ഇവിടെയൊക്കെ മസിൽ തുടങ്ങുന്നുണ്ട്. അതിവിടെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. മസിൽസ് വഴി ഈ ബോണി സോക്കറ്റിൻ്റെ ഉള്ളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഐലിഡും ലാഷോട് കൂടി ഐലിഡ്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പോകുന്നത് ഒപ്റ്റിക് നെർവാണ്. നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഇതാണ് ഐ സോക്കറ്റ്, നേത്രകോടൽ എന്ന് പറയും. അതിൽ ഐ മസിൽസ് പല രീതിയിൽ കണ്ണുകളുടെ ചലനം സാധ്യമാക്കുന്ന നേത്രപേശികളാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഐലിഡ്സ് വിത്ത് ലാഷസ്, ചില പൊടിപടലങ്ങളും മറ്റൊക്കെ കടക്കാതിരിക്കാനും, ലാഷസ് ഉള്ളത് കൊണ്ട് തന്നെ പൊടിയും തടയും, എന്നാൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവില്ല കാഴ്ചയ്ക്ക്. അങ്ങനെ അതിലിടയിലൂടെ കാഴ്ച കാണുകയും ചെയ്യാം. ആ രൂപത്തിലൊക്കെ ഉണ്ട്. നമ്മൾ ഗ്ലാൻസ്, കണ്ണീർ ഗ്രന്ഥി കൺപോളകളുടെ കോർണറിൽ, മുകളിലെ കൺപോളയിൽ ആണ്, അതിൻ്റെ ഉള്ളിലെ മുകളിലാണ് കാണുന്നത്. അവിടുന്ന് ടിയേഴ്സ്, കണ്ണുനീര് ഇങ്ങോട്ട് വരും. അത് കണ്ണിലെ അഴുക്കിനൊക്കെ കഴുകി കളയുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. പിന്നെ കൺജങ്ക്റ്റൈവ, നേത്രാവരണം, അത് ഈ വെളുത്ത ഭാഗമല്ലേ, ഇതിന് ചുറ്റും ഉണ്ടാവും. ഈ ഭാഗത്ത് ഉണ്ടാവില്ല, ഈ നടുവിൽ കാണുന്ന, ഇപ്പോൾ കാണിക്കുന്ന ഭാഗത്ത് ഉണ്ടാവില്ല. അല്ലാതെ ഈ വെളുത്ത ഭാഗത്ത് അതിൻ്റെ ചുറ്റുമായിട്ട് തുടങ്ങിയിട്ട് അവിടെ നിന്ന് തുടങ്ങി 2 ഐലിഡ്സ്, 2 കൺപോളകൾക്ക് അടിയിലേക്ക് നീണ്ടു കിടക്കുന്ന നേത്രാവരണവും നമുക്കുണ്ട്. ഇത് കൺജങ്ക്റ്റൈവ, നേത്രാവരണം. അത് ഞാൻ പറഞ്ഞു, കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ, ആ വെളുത്ത ഭാഗത്തിൻ്റെ സെൻട്രൽ കോർണിയ എന്ന് പറഞ്ഞ ട്രാൻസ്പാരൻ്റ് ഏരിയയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് നമുക്ക് ആ നേരത്തെ കറുത്ത പോലെ കണ്ട ഒരു ഭാഗം. അതിലെയും ഐലിഡ്സിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഇത് കണ്ണിനെ സംരക്ഷിക്കുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതാക്കുന്ന, അതായത് മോയിസ്റ്റ് ആയിട്ടും ലൂബ്രിക്കേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ അന്യവസ്തുക്കളെ പ്രിവെൻറ്റ് ചെയ്യുന്നു, അല്ലേ, പ്രിവെൻറ്റ് പാർട്ടിക്കിൾസ് ഫ്രം എൻറ്ററിങ് ദി ഐസ്. ഇതുപോലെ ലാക്രിമൽ ഗ്ലാൻസ്, അതിൽ ടിയേഴ്സ് ഞാൻ പറഞ്ഞു, അത് അപ്പർ ഐലിഡ്സിൽ നിന്നാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അത് കണ്ണിനെ ഈർപ്പമുള്ളതാക്കുന്നു, അല്ലേ, ഐ മോയിസ്റ്റ്. മറ്റേതിനെ പോലെ തന്നെയാണ് കൺജങ്ക്റ്റൈവ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇതും. പ്രൊവൈഡ് ന്യൂട്രിയൻസ്, കുറച്ച് ന്യൂട്രിയൻസ് തരാനും അതുപോലെ വേസ്റ്റ് കൊണ്ടുപോകാനും കഴുകിക്കളയാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇതിലെ ലൈസോസൈം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് പ്രൊട്ടക്റ്റ് ഫ്രം ഇൻഫെക്ഷൻ, അണുബാധയെ തടയുന്നുമുണ്ട്. പിന്നെ ഈ വെളുത്ത ഭാഗം, ഇത് ശരിക്കും മൊത്തത്തിലുള്ള ഐബോളിൻ്റെ പുറംഭാഗമാണ്. അതിൻ്റെ ഇവിടെ ഒരു പൊങ്ങി നിൽക്കുന്നൊരു ഭാഗമുണ്ട്. ഇതാണ് ട്രാൻസ്പാരൻ്റ് ആയ ഭാഗം. അതിവിടെ നമുക്ക് കാണില്ല, അത്രയും ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട്, സുതാര്യമായതുകൊണ്ട് കാണില്ല. അതാണ് കോർണിയ. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് ഈ കറുത്ത ഈ ഭാഗത്തിന് ചുറ്റുള്ള ഈ നിറമുള്ള ഭാഗം. മെലാനിൻ കൊണ്ട് കളേർഡായിട്ടുള്ള ചില മസിൽസൊക്കെ ഉള്ള ഈ കറുത്ത മുന്തിരി എന്നൊക്കെ പറയില്ലേ കണ്ണിലെ, അത് ഐറിസ്. അതിന് മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. അതിൻ്റെ ഉള്ളിലൂടെ ഇവിടെ കാണുന്നത് ഈ കറുപ്പ്, അതിലൂടെ ഒരു ഫ്ലൂയിഡ്, അക്കസ് ഹ്യൂമർ, അക്കസ് ദ്രവം അതിലൂടെ ഉണ്ട്. പക്ഷേ ബാക്കിൽ കാണുന്നതിൻ്റെ പിറകിലൂടെ ആ ഫ്ലൂയിഡ് സുതാര്യമാണെങ്കിലും ലെൻസാണ് അവിടെ ഉള്ളത്. ഇതിലൂടെ കാണുന്നത് ലെൻസാണെന്ന് പറയാം.
ഇനി ഇത് കീറി നോക്കിയാൽ നമുക്ക് 3 പാളികളാണ് ഉണ്ടായിരിക്കുക. ആ 3 പാളികൾ ഒന്ന് സ്ക്ലീറ, ഞാൻ പറഞ്ഞു ഈ പുറംഭാഗത ഇവിടെ കാണുന്നു, പുറംഭാഗം സ്ക്ലീറ. അതിൻ്റെ ഈ മുൻഭാഗം ഇവിടെ ഉണ്ട്, ഇപ്പോൾ കാണുന്നില്ല, സുതാര്യമാണ്, എന്നാൽ കട്ടിയുണ്ട്, അത് കോർണിയ എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ പാളി ഇവിടെ ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്ന കോറോയിഡ് ലെയർ അഥവാ രക്തപടലം, പേര് സൂചിപ്പിക്കുന്നതുകൊണ്ട് ബ്ലഡ് വെസൽസ് നിറഞ്ഞതാണ്. ഈ ബ്ലഡ് വെസൽസ് നിറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ പിന്നെ അധികവും പ്രൊവൈഡ് ചെയ്യുകയാണ്. ന്യൂട്രിയൻസും ഓക്സിജനും അത് പ്രൊവൈഡ് ചെയ്യുക, വേസ്റ്റ് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളും. പിന്നെ ബ്ലഡൊക്കെ സപ്ലൈ ചെയ്യുമ്പോൾ ബ്ലഡിലൂടെ ഇതിൻ്റെ എന്താണ് ബോഡി ടെമ്പറേച്ചറൊക്കെ അത് കൺട്രോൾ ചെയ്യാനും കഴിയുമല്ലോ, അതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പാളിയാണ്, ലെയറാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. അതൊരു സ്ക്രീൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഇഷ്ടംപോലെ പ്രകാശഗ്രാഹി കോശങ്ങൾ, അതായത് റോഡ് കോൺസെൽസ് നമുക്ക് വരാം, അതുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നീട് ഒരു ഒപ്റ്റിക് നെർവ് ബ്രെയിനിലേക്ക് പോകുന്നു. ഇങ്ങനെ ഉള്ള 3 പാളികളും 2 ചേമ്പേഴ്സും ഉണ്ട്. ഈ ചേമ്പർ, ഈ പിങ്ക് നിറത്തിലുള്ള ചേമ്പർ വിട്രിയസ് ചേമ്പർ. അവിടെ ജെല്ലി പോലെയുള്ള ഒരു പദാർത്ഥ, ഒരു സബ്സ്റ്റൻസ്, ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസ് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ വിട്രിയസ് ചേമ്പറിൽ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന, വിട്രിയസ് ദ്രവം എന്ന് പറയുന്ന ഒരു ജെല്ലിയിലേക്ക് സബ്സ്റ്റൻസ്. ഇവിടെ ഈ പച്ച നിറം കൊടുത്തിരിക്കുന്ന പോലുള്ള ഈ ഭാഗത്ത്, ഈ അറയിൽ, അതായത് അക്വസ് അറയിൽ, ഇവിടെ ഞാനിവിടെ കൊടുത്തപ്പോൾ വിട്രിയസ് ചേമ്പർ എന്നാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്, അക്വസ് ചേമ്പറാണ്. ഈ അക്വസ് ചേമ്പറിൽ അക്വസ് ഫ്ലൂയിഡാണുള്ളത്. ബ്ലഡിൽ നിന്ന് യൂസ് ചെയ്ത് വരുന്നു, ബ്ലഡിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇവിടെ ഒരു ചെറിയ പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും, കോർണിയ ഒക്കെ അങ്ങോട്ടും ലെൻസ് ഇങ്ങോട്ടും നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഫ്ലൂയിഡ്, അക്വസ് ചേമ്പറിലെ ഫ്ലൂയിഡ് അക്വസ് ഉള്ളത്, അക്വസ് ഹ്യൂമർ ഉള്ളത്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് മറ്റ് ഫ്ലൂയിഡ് ഉള്ളത്. ഇങ്ങനെ 3 ലെയേഴ്സും 2 ചേമ്പേഴ്സിലുള്ള ഫ്ലൂയിഡ്സുമാണ് കാര്യമായിട്ട് ഐബോളിൽ ഉള്ളത്. നമുക്ക് ഓരോ ലെയർ ഒന്ന് പരിശോധിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ കോർണിയ, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, പിന്നീട് ഇവിടെ വയലറ്റ് നിറത്തിൽ കൊടുത്ത പോലുള്ള ഈ പുറംഭാഗമാണ്. ഇതെല്ലാം കോർണിയ ഉൾപ്പെടെ സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം എന്ന് പറയും. ഈ സ്ക്ലീറോട്ടിക് ലെയറിൻ്റെ ഈ കോർണിയയുടെ ഈ ഭാഗം ഒഴികെയുള്ള ബാക്കി ഭാഗത്ത് കണ്ടോ, ഇവിടെ ഇത്രയും ഭാഗത്തും ഇങ്ങനെയുള്ള വെളുത്ത ഈ ഭാഗത്ത് കൂടി ഇറങ്ങിയിട്ട് കൺജങ്ക്റ്റീവ നേത്രാവരണമുണ്ട്. അത് 2 ഐലിഡിലേക്ക്, കൺപോളകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ കോർണിയ എവിടെയുണ്ട്, ഇതാണ് ഇവിടെ ഈ കോർണിയ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഈ ഐറിസ്, അത് ഇതാണ്. ഇവിടെ കണ്ടില്ല, ഈ ഒരു വയലറ്റ്, കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ, വയലറ്റും കലർന്ന ഒരു ബ്ലൂ കളേർഡ്, ഇതൊരു മറയായിട്ട്, സ്ക്രീനായിട്ട് ലെൻസിന് മുമ്പിലുണ്ട്. അതാണ് ഐറിസ്. ഈ സുഷിരം, അപ്പർച്ചർ, സെൻട്രൽ അപ്പർച്ചർ, അതാണ് പ്യൂപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞു. അത് ഇതിൻ്റെ പിറകിലുള്ള കൊറോയിഡ് ലെയറിലെ രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. അതിൻ്റെ മധ്യത്തിലുള്ള പ്യൂപ്പിൾ എന്ന് പറഞ്ഞ അപ്പർച്ചർ. അതിൻ്റെ തൊട്ട് പിറകിൽ ലെൻസ്, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഇവിടെ നോക്കൂ നിങ്ങൾ, പിറകിലേക്ക് ഒരല്പം കർവേച്ചർ കൂടുതലും, മുന്നിലേക്ക് ഫ്രണ്ടിലേക്ക് കർവേച്ചർ കുറവായിട്ടാണ്. ഇത് നിൽക്കുന്നത് ഒരു മസിലിൻ്റെ അകത്താണ്, ഈ ലിഗമെൻസ് കൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ ഇത്രേ കാണുള്ളെങ്കിൽ ഇവിടെ നോക്കൂ, ഈ മസിൽസ് കണ്ടോ, ഒരുപാട് ലിഗമെൻസ് വഴി ഈ ലെൻസിൻ്റെ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ പുറംഭാഗത്തിൽ നിന്ന് ആ ലിഗമെൻസ് വഴി ഈ മസിലിലേക്ക് വന്നിരിക്കുകയാണ്. സിലിയറി മസിൽസ് ഈ ലെൻസിൻ്റെ കർവേച്ചർ അൾട്ടർ ചെയ്യാനുള്ള, ഇതിൻ്റെ ഒരു വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് കൃത്യം റെറ്റിനയിലേക്ക് വീഴിക്കാനുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന മസിലാണ് സിലിയറി മസിൽ. ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത്, അതിനൊരു ക്യാപ്സ്യൂൾ, ഒരു ഉറയുണ്ട്, ഒരു കവറിംഗ് എന്ന് പറയുക ക്യാപ്സ്യൂൾ. പിന്നെ മുൻഭാഗത്ത് മാത്രമായിട്ട് ചില കോശങ്ങളുണ്ട്, എപ്പിത്തീലിയം. ഫ്രണ്ടിലേ ഉള്ളൂ കേട്ടോ, ഒരു ഭാഗത്തേ ഉള്ളൂ എപ്പിത്തീലിയം, മുഴുവൻ ഭാഗത്തുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരു ക്രിസ്റ്റലിൻ നിറഞ്ഞ ലെൻസ് ഫൈബേഴ്സാണ്, ലെൻസ് നാരുകളാണ്. നമുക്ക് അതൊന്ന് വ്യക്തമാക്കിയാൽ, ഇതാണ് ലെൻസ്, അതിലുള്ള ലിഗമെൻസ് നോക്കുക. ഇങ്ങനെ ചുറ്റും സിലിയറി പേശിയുടെ ഒരു ഭാഗമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ലെൻസിൻ്റെ ആ ഉള്ളിൽ, ഈ ഉള്ളിലുള്ളൊക്കെ ക്രിസ്റ്റലിൻ എന്ന പ്രോട്ടീന്, സുതാര്യമായ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള അത് നിറഞ്ഞിരിക്കുകയാണ്. അതിന് ചുറ്റും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള എപ്പിത്തീലിയം ഉണ്ട്, എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. അതിൻ്റെ പുറമെയാണ് ഈ ക്യാപ്സ്യൂൾ. ഞാൻ പറഞ്ഞ എപ്പിത്തീലിയം ചെറിയൊരു ഭാഗത്തേ ഉള്ളൂ, ഒരു ഭാഗത്തേ ഉള്ളൂ, മറ്റേ പുറകുഭാഗത്ത് ഇല്ല എന്നുള്ളത് ഈ ചിത്രത്തിൽ നിന്ന് കാണുക. നമ്മളിപ്പോൾ സ്ക്ലീറ, ദൃഢപടലം, കൊറോയിഡ്, രക്തപടലം, ഈ 2 പാളികളിലെ ഭാഗങ്ങൾ കണ്ടു. കൂടാതെ ഇതിലൊന്നും പെടാത്ത കൺജങ്ക്റ്റീവ നേത്രാവരണവും നമ്മൾ ചർച്ച ചെയ്തു. ഇനി 3ാമത്തെ പാളി, ഏറ്റവും ഉള്ളിലുള്ള പാളി, റെറ്റിന, ദൃഷ്ടിപടലം. അതൊരു സ്ക്രീൻ പോലെ പ്രവർത്തിക്കുന്നു. ലെൻസിന് പിറകിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ലെൻസിന് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ സിലിയറി മസിൽസിൻ്റെ പിറകിൽ നിന്ന് ഈ
ഈ ഇവിടെയുള്ള ഐ ചേംബറിലെ ഈ ഒരു വിട്രിയസ് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, വിട്രിയസ് ഹ്യൂമർ, ആ വിട്രിയസ് ദ്രവത്തിൻ്റെ പുറത്തായിട്ട് കാണുന്ന നേർത്തൊരു സ്ഥലമാണ് റെറ്റിന. ഈ റെറ്റിനയുടെ പ്രത്യേകത ട്രാൻസ്പാരൻ്റ് ആണ്. അതിൽ 3 ലെയേഴ്സ് ഓഫ് ന്യൂറോൺസ് കാണുന്നുണ്ട്. മോഡിഫൈഡ് ന്യൂറോണുകളാണ് ചിലത്. അതിൽ പ്രകാശഗ്രാഹികൾ, ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന കോൺസെൽസ്, റോഡ് സെൽസ് കൂടുതലുള്ള, പ്രത്യേകിച്ചും കോൺസെൽസ് ഒക്കെ കൂടുതലുള്ള ഒരു ഭാഗം ഇവിടെ ഉണ്ട്. ഈ ലെൻസിൽ നിന്നും ഇമേജ് ഇവിടെ കൃത്യമായിട്ട് ഫോം ചെയ്യുന്ന ഈ ഭാഗത്ത് ഇതിനെ യെല്ലോ സ്പോട്ട് എന്ന് പറയും, പീതബിന്ദു, മാക്കുല എന്നൊക്കെ പറയും. ഈ ഇവിടുത്തെ ലെൻസിൻ്റെ നിന്നുള്ള ഇമേജ് നമുക്കറിയാം കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് റിയൽ ആയിരിക്കും, ഇൻവെർട്ടഡ് ആയിരിക്കും, സ്മോളും ആയിരിക്കും. അപ്പോൾ ഇവിടെ കാഴ്ചശക്തി കൂടുതലുള്ള, വിഷൻ കൂടുതലുള്ള ഒരു ഭാഗമുണ്ട്, അതാണ് യെല്ലോ സ്പോട്ട് എന്ന് നമ്മൾ പറയുന്ന പീതബിന്ദു. എന്നാൽ ഇവിടെ ഒപ്റ്റിക് നെർവ് തുടങ്ങുന്ന, റെറ്റിനയിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു ഭാഗത്ത് ഫോട്ടോ റിസപ്റ്റേഴ്സോ മറ്റോ സാധ്യത ഇല്ല. അതുപോലുള്ള മറ്റ് സെൽസിൽ ചിലതും ഉണ്ടാവില്ല, വിഷനും ഉണ്ടാവില്ല, കാഴ്ച ഉണ്ടാവില്ല. ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു എന്ന് പറയും. ഈ റെറ്റിനയുടെ ഈ ഒരു പാളികളിലെ ഏറ്റവും ആദ്യത്തെ പാളി രക്തപടലത്തോട് കോറോയിഡ് ലെയറിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു പാളിയാണ്. ഇതിലാണ് കോൺ റോഡ് സെൽസ് ഉള്ളത്. കോൺ സെൽസ് ഈ ഒരു പച്ച നിറത്തിലായിട്ട് കാണിച്ചിരിക്കുന്നു. റോഡ് സെൽസ് ആണ് ഇവിടെ ഈ നീണ്ട റോഡ് പോലെ ഷേപ്പിന് അനുസരിച്ച് അതിൻ്റെ റിസപ്റ്റേഴ്സ് ഇവിടെയാണ്. ഈ റിസപ്റ്റേഴ്സിന് വേണ്ട, ഫോട്ടോ റിസപ്റ്റേഴ്സിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ, അതായത് ന്യൂട്രിയൻസ് പോലെയുള്ള പോഷകഘടകങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത് രക്തപടലമാണ് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അതിനോട് ഒട്ടി നിൽക്കുന്നത് ഫോട്ടോ റിസപ്റ്റർ സെൽ ലെയർ. അത് കഴിഞ്ഞ് ഇരുവശത്തേക്കും ആക്സോണും ഡെൻഡ്രോണും ഒരേ വലിപ്പത്തിലുള്ള നീണ്ടുകിടക്കുന്ന ബൈപ്പോളാർ സെൽസിൻ്റെ ഒരു ലെയർ. അത് കഴിഞ്ഞ് ഗാംഗ്ലിയോൺ സെൽസ്. ഈ ഗാംഗ്ലിയോൺ സെൽസുകളുടെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒപ്റ്റിക് നെർവ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ബ്ലൈൻഡ് സ്പോട്ട് എ പാർട്ട് ഓഫ് റെറ്റിന ഫ്രം വേർ ദ ഒപ്റ്റിക് നെർവ് ബിഗിൻസ്. അതിൻ്റെ പ്രത്യേകം എന്താണ്? അവിടെ നോ ഫോട്ടോ റിസപ്റ്റേഴ്സ്, അവിടെ എന്തില്ല, ഒന്നും നേത്രാടി തുടങ്ങുന്ന ഭാഗമാണ്, അവിടെ പ്രകാശഗ്രാഹി കോശങ്ങളില്ല, അതുകൊണ്ട് തന്നെ വിഷൻ ഇല്ല, നോ വിഷൻ. അതാണ് ബ്ലൈൻഡ് സ്പോട്ട്. എന്നാൽ യെല്ലോ സ്പോട്ട് അഥവാ മാക്കുലയിലെ പീതബിന്ദുവിൽ അത് ഏകദേശം മിഡിൽ പോയിന്റ് ഓഫ് റെറ്റിനയിലാണ്. അവിടെ കോൺ സെൽസ് ഏറ്റവും കൂടുതലുണ്ട്, മറ്റതും ഉണ്ട്, റോഡ് സെൽസും ഉണ്ട്. എന്നാൽ കാഴ്ച കൂടുതലുള്ള, കോൺകോശങ്ങൾ കൂടുതലുള്ള ഈ ഭാഗം യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഇത് പുസ്തകത്തിലുള്ള ചിത്രമാണ്. ഇതിൽ നമ്മളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്തു. സ്ക്ലീറ, അതിൻ്റെ മുൻഭാഗം കോർണിയ, അത് ട്രാൻസ്പാരൻ്റ് ആണ്. എന്നാൽ സ്ക്ലീറ ആവട്ടെ വളരെ വൈറ്റ് ഇൻ കളറാണ്, എന്നാൽ പിന്നെ കോർണിയ ട്രാൻസ്പാരൻറ്റുമാണ്. അത് പ്രത്യേകം ഓർക്കുക. പിന്നെ ഈ ലെയർ മൊത്തം, കോർണിയ ഉൾപ്പെടെ ഈ സ്ക്ലീറ നല്ല കട്ടിയുള്ളതാണ്. സ്ക്ലീറോട്ടിക്, സ്ക്ലീറം കൈമ എന്നൊക്കെ കേട്ടില്ലേ, അപ്പോൾ ഒരു കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫേംനെസ് അല്ലെങ്കിൽ ഷേപ്പൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കോറോയിഡ് ലെയർ നമ്മൾ പറഞ്ഞു ബ്ലഡ് വെസലുള്ള നേർത്ത ലെയറാണ്. അതിൻ്റെ മുൻഭാഗം ഐറിസ് എന്ന സ്ക്രീനായിട്ട് ലെൻസിന് മുൻപിൽ മറയായിട്ടുണ്ട്. പക്ഷേ അതിലുള്ള മസിൽസ് അതിന് നടുവിലുള്ള അപ്പർച്ചറായിട്ടുള്ള പ്യൂപ്പിളിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട്, സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആവശ്യാനുസരണം മാത്രം ഈ റേസ്, ലൈറ്റ് റേസ് ഇവിടേക്ക് വരാൻ വേണ്ടിയാണ്, ലെൻസിലേക്ക് വരാനുള്ളൊരു ക്രമീകരണമാണ് അതിനുള്ളത്. ലെൻസ് കോൺവെക്സ് ലെൻസാണ്. അത് സിലിയറി മസിൽസിൽ ലിഗമെൻസ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെ റെറ്റിന എന്ന് പറയുന്ന മൂന്നാമത്തെ സ്ക്രീൻ പോലുള്ള പാളി, അത് യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും എന്നുള്ള 2 സ്പോട്ട് അവിടെ ഉണ്ടെന്ന് പറയാം. റെറ്റിന 3 ലെയറോട് കൂടിയതാണെന്ന് നമ്മൾ പറഞ്ഞു. അവസാനത്തെ ഗാംഗ്ലിയോൺ ലെയറിൻ്റെ തുടർച്ചയായിട്ട് ഒപ്റ്റിക് നെർവും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ 3 പാളിയുടെയും പിന്നെ ഒന്ന് വായിച്ചു നോക്കിയത് പ്രൊവൈഡ്സ് ഫേംനെസ്, പ്രൊട്ടക്ഷൻ ടു ദി ഐ ആണ് സ്ക്ലീറ, ദൃഢപടലം എന്നുള്ളതിൻ്റെ ഫംഗ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബാക്കി നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കോർണിയ അലൗസ് ലൈറ്റ് ടു എൻ്റർ ദ ഐ. കണ്ണിലേക്ക് ആദ്യമായിട്ട് പ്രകാശരശ്മി വരുന്നത് കോർണിയയിലൂടെയാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പിന്നെ കോറോയിഡ് ലെയർ രക്തപടലം ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. അത് ഐറിസിലേക്കും റെറ്റിനയിലൊക്കെ അത് അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കും. മാത്രമല്ല ഇതിൽ നിന്ന് യൂസ് ചെയ്തിട്ടാണ് കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് ഹ്യൂമർ വരുന്നത്. അത് തിരിച്ച് ഇതിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെട്ടു പോവുകയും ചെയ്യും. രക്തപടലം ഈ പാളി കൊറോയിഡ് ലെയർ ആൾസോ റെഗുലേറ്റ് ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐറിസ് ശരിക്കും അതിലുള്ള 2 മസിൽസിൻ്റെ പ്രവർത്തനത്താൽ അതിൻ്റെ പ്യൂപ്പിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ലെൻസിലേക്ക് വേണ്ടത്ര അളവിലുള്ള പ്രകാശം മാത്രം കടത്തിവിടും. ഇത് എങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അതിന് നിറം കൊടുക്കുക. സാധാരണ ഒരു ഇരുണ്ട കളറാണല്ലോ നമുക്കൊക്കെ, കറുത്ത കണ്ണുകൾ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഒരു ഡാർക്ക് കളറിന് കാരണമായിട്ടുള്ള പിഗ്മെൻറ്റ് കാര്യമായിട്ടും മെലാനിൻ തന്നെയാണ്. അത് അൾട്രാ വയലറ്റ് രശ്മികളെ കൂടി തടയുന്നുണ്ട്.
പിന്നെ കോൺവെക്സ് ലെൻസ് റെറ്റിനയിലേക്ക് ഇമേജ് ഫോക്കസ് ചെയ്ത് ഫോം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. റെറ്റിന ദൃഷ്ടിപടലം ഞാൻ പറഞ്ഞു, ഇമേജ് അവിടെയാണ് ഫോം ചെയ്യുന്ന ഒരു സ്ക്രീനാണ്. അതിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ലെയേഴ്സ്, കോൺ റോഡ് സെൽസ് ആണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്, ആ ലെയേഴ്സാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ബൈപോളാർ സെൽസിൻ്റെ ലെയറും ഗാംഗ്ലിയോൺ സെൽസിൻ്റെ ലെയറുമാണുള്ളത്. അങ്ങനെ 3 ലെയറോട് കൂടിയതാണ്. അതിൽ നിന്ന് തുടർച്ചയായിട്ട് ഓപ്റ്റിക് നെർവ് പുറപ്പെട്ട് സെറിബ്രത്തിലേക്ക് പോകുന്നു. നമുക്ക് ഈ ദ്രവം കൂടി പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഫംഗ്ഷനും കൂടി പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുക. അത് കുറച്ച് നീണ്ട വലിയൊരു ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ സ്പീഡിൽ ഈ ക്ലാസ് എടുക്കുന്നത്. ഫ്ലൂയിഡ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അക്വസ് ചേംബറിലെ അക്വസ് ഹ്യൂമർ ലെൻസിനും കോർണിയയ്ക്കിടയിലാണ്, ഇൻ ബിറ്റ്വീൻ ലെൻസ് ആൻഡ് കോർണിയ. അതുപോലെ ഇൻ ബിറ്റ്വീൻ റെറ്റിന ആൻഡ് ലെൻസ്, അതാണ് വിട്രിയസ് ചേംബർ. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ജെല്ലിയാണ് വിട്രിയസ് ഹ്യൂമർ. അത് ഷേപ്പ്, ഐബോളിൻ്റെ ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്നു. അക്വസ് ആണെങ്കിൽ ന്യൂട്രിയൻസ് ഓക്സിജനൊക്കെ കൊടുക്കുന്നു, വേസ്റ്റൊക്കെ കൊണ്ടുപോകുന്നു. അതുപോലെ ഒരു പ്രഷർ ഈ ഒരു ചേംബറിൽ നിലനിർത്താൻ സഹായിക്കുന്നു. നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ ഒന്ന് വേഗം കടന്നു പോവാം. ഇവിടെ ഈവൻ ദോ ദ ലെൻസ് ഹാസ് നോ ബ്ലഡ് വെസൽസ് വൈ ഈസ് സ്റ്റിൽ റിമെയിൻസ് നറിഷ്ഡ്. നേത്ര ലെൻസിനുള്ളിൽ രക്തക്കുഴലുകളില്ല. അപ്പോൾ എങ്ങനെയാണ് പിന്നെ അതിന് പോഷണം ലഭിക്കുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഫ്രം അക്വസ് ഹ്യൂമർ ആണ്, അല്ലെ അക്വസ് ദ്രവത്തിൽ നിന്നാണ്. ഈ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് ബ്ലഡിൽ നിന്നുണ്ടാവുന്നതാണ് കേട്ടോ, അത് അറിയാലോ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലൈസോസൈം ഇൻ ടിഎസ് വെർ ആബ്സെന്റ്. കണ്ണിന് ലൈസോസൈം ആബ്സെന്റ് ആണെങ്കിൽ, ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. ഇതിൽ ഇൻഫെക്ഷൻ നമുക്കറിയാം ബി ആണ്, കണ്ണിൽ അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കും ഈ ലൈസോസൈം ഇല്ലെങ്കിൽ. അപ്പോൾ ദ റിസ്ക് ഓഫ് ഐ ഇൻഫെക്ഷൻ വുഡ് ഇൻക്രീസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദി ഇഫക്റ്റ് ഇഫ് ദ വിട്രിയസ് ഹ്യൂമർ ലീക്ക്ഡ് ഔട്ട് ഡ്യൂ ടു ഇഞ്ചുറി ബൈ ആൻ ആക്സിഡന്റ്. ഒരു അപകടത്തിലെ പരിക്ക് മൂലം വിട്രിയസ് ദ്രവം ചോർന്നു പോയാൽ എന്താണ് ഇഫക്റ്റ് എന്നാണ്. വിട്രിയസ് ഫ്ലൂയിഡ് നമുക്കറിയാം, വിട്രിയസ് ഫ്ലൂയിഡ് സസ്റ്റെയിൻ അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ സസ്റ്റെയിൻ ദി ഷേപ്പ് ഓഫ് ഐബോൾ. നേത്രഗോളാകൃതി നിലനിർത്താൻ അത് ആവശ്യമാണ്. അപ്പോൾ അതില്ലെങ്കിലോ അത് ഒരു തരം ചപ്പി ചുളുങ്ങി അല്ലെങ്കിൽ റിങ്കിൾഡ് ആയിട്ട് മാറും, കണ്ണ് കുഴിഞ്ഞു പോകുന്നൊക്കെ വേണമെങ്കിൽ പറയാം. നാലാമത്തെ, വൈ ഈസ് ദി യെല്ലോ സ്പോട്ട് കൺസിഡേർഡ് ദി പോയിന്റ് ഓഫ് ക്ലിയറസ്റ്റ് വിഷൻ വൈൽ ദ ബ്ലൈൻഡ് സ്പോട്ട് പ്രൊവൈഡ് നോ വിഷൻ. അല്ലേ, പീതബിന്ദുവിൽ നല്ല കാഴ്ചശക്തിയുണ്ട്, അന്ധബിന്ദുവിൽ കാഴ്ചയില്ല. അതിന് കാരണം എന്താണെന്നുള്ള. അപ്പോൾ നമുക്കറിയാം യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ മാക്യുല കണ്ടെയ്ൻ മോർ ഫോട്ടോ റിസെപ്റ്റേഴ്സ്, എസ്പെഷ്യലി ദ കോൺസെൽസ്, അല്ലെ, ആർ അബണ്ടന്റ് നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ റെറ്റിനയുടെ മധ്യഭാഗത്താണ് ഈ കാഴ്ച കൂടുതലുള്ള ഈ ഭാഗം എന്നും നമുക്കറിയാം. എന്നാൽ ബ്ലൈൻഡ് സ്പോട്ടിൽ എന്താണ്, ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ല, അന്ധബിന്ദുവിൽ ഒരു തരത്തിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങളും ഇല്ല, അതുകൊണ്ട് തന്നെ നോ വിഷൻ എന്ന് നമുക്ക് പറയാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ലെയർ ഓഫ് റെറ്റിന ഈസ് അഡ്ജസൻറ്റ് ടു ദി മിഡിൽ കൊറോയിഡ് ലെയർ. ദൃഷ്ടിപടലത്തിൻ്റെ ഏത് പാളിയാണ് രക്തപടലത്തോട് ചേർന്ന് കാണുന്നുള്ള ചോദ്യമാണ്. ഇത് ഒരു കാര്യം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഫോട്ടോ റിസെപ്റ്റർ ലെയറാണ്, പ്രകാശഗ്രാഹികളുടെ പാളിയാണ്. അത് ആണ് ഈ കൊറോയിഡ് ലെയറിനോട് ചേർന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം റോഡ് സെൽസിനും കോൺസെൽസിനും ഒക്കെ വേണ്ട നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ പോഷണം ലഭിക്കാൻ ഈ ഇങ്ങനെ ഒട്ടി നിൽക്കേണ്ടത് ആവശ്യമാണ്. ലാസ്റ്റ് ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ ചിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട് കണ്ണിൻ്റെ, അത് പൂർത്തിയാക്കി വരയ്ക്കുക. എന്നിട്ട് താഴെ പറയുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. പാർട്ട് വിച്ച് ക്യാരീസ് ഇമ്പൾസ് ടു ബ്രെയിൻ. തലച്ചോറിലേക്ക് ആവയങ്ങൾ എത്തിക്കുന്ന ഭാഗമാണ് അടയാളപ്പെടുത്താനുള്ളത്. അത് നമുക്ക് ഓപ്റ്റിക് നെർവ് ഇത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ഓപ്റ്റിക് നെർവ് വരച്ചിട്ട് അതിൽ അടയാളപ്പെടുത്താം. ബി, ലെയർ ഓൺ വിച്ച് ദ ഇമേജ് ഫോക്കസസ്. പ്രതിബിംബം പതിക്കുന്ന നേത്രപാളി, അത് ഇത് വരച്ച് പൂർത്തിയാകുമ്പോൾ റെറ്റിന കിട്ടും, അപ്പോൾ റെറ്റിനയിൽ അടയാളപ്പെടുത്താം. സി, ദ പാർട്ട് ഓഫ് സ്ക്ലീറ ദാറ്റ് അലോസ് ലൈറ്റ് ടു എൻ്റർ. പ്രകാശം കടത്തിവിടുന്ന ദ്രവണത്തിൻ്റെ മുൻഭാഗം, അതിവിടെയുണ്ട് കോർണിയ. എന്നാലും ബാക്കി അടുത്ത ഭാഗത്ത് കാണാം. താങ്ക് യു.